മികച്ച 10 ഫണ്ടുകൾ ഉൾപ്പെടുത്തിയുള്ള ഈ പരമ്പര തുടരുകയാണ്. ഏഴാമതായി ഒരു സ്മോൾ ക്യാപ് ഫണ്ട് തന്നെയാണ് വരുന്നത്. കഴിഞ്ഞ 5 വർഷമായി ശരിക്കും ഇന്ദ്രജാല പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്മോൾ ക്യാപ് ഫണ്ടാണിത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഫണ്ടുകളും ഓഹരികളും കഴിഞ്ഞ കാലങ്ങളിൽ കൊടുത്തിട്ടുള്ള റിട്ടേൺ വരും കാലങ്ങളിലും ആവർത്തിക്കണമെന്നില്ല. അതുകൊണ്ട് കുറച്ച് ദീർഘകാലത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഫണ്ടുകളും ഓഹരികളും തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഞങ്ങൾ ഇവിടെ കാണിക്കുന്ന ഫണ്ടുകളെല്ലാം കഴിഞ്ഞ 5 വർഷമായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവയാണ്. എന്നിരുന്നാലും നിക്ഷേപകർ സ്വയം ഉറപ്പുവരുത്തിയ ശേഷം നിക്ഷേപത്തിന് മുതിരുക. ഈ ചാനലിൽ ഒരു തരത്തിലുള്ള റെക്കമെൻഡേഷനും മ്യൂച്വൽ ഫണ്ടുകളിലോ ഓഹരികളിലോ കൊടുക്കുന്നില്ല. ഇത് നിങ്ങളുടെ അറിവിലേക്കായി മാത്രമാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ കാണിക്കുന്ന റിട്ടേണുകളിൽ ചെറിയ കയറ്റിറക്കങ്ങൾ ഉണ്ടായേക്കാം. കാരണം വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ദിവസത്തെ അടിസ്ഥാനമാക്കിയാണ് ഇതിലെ റിട്ടേണുകൾ കാണിക്കുന്നത്. ഓഹരി വിപണിയുടെ ദിവസേനയുള്ള കയറ്റിറക്കങ്ങൾക്കനുസരിച്ചാണ് ഈ ഫണ്ടുകളുടെ പ്രവർത്തനങ്ങളും. അതുകൊണ്ട് ഓഹരി വിപണിയുടെ ദിനംപ്രതിയുള്ള കയറ്റിറക്കങ്ങൾക്കനുസരിച്ച് റിട്ടേണുകളിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ഇനി നമുക്ക് ഇത്തവണത്തെ മികച്ച സ്മോൾ ക്യാപ് ഫണ്ടിനെ പരിചയപ്പെടാം. അതിനു മുൻപ് ഈ ഫണ്ടിന്റെ വിശദ വിവരങ്ങളും കഴിഞ്ഞ കാലങ്ങളിലെ പ്രകടനങ്ങളും വിലയിരുത്താം. ആദ്യം നമുക്ക് ലപ്സമായും SIP ആയും ഈ ഫണ്ടിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എത്ര ലാഭം ആയിട്ടുണ്ടാകുമെന്ന് പരിശോധിക്കാം. 5 വർഷം മുമ്പ് ലപ്സമായി ഈ ഫണ്ടിൽ 60,000 രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ 2.61 ലക്ഷമായി കാണും. അതായത് ലാഭമായി നിക്ഷേപകന് 2.01 ലക്ഷം ലഭിക്കുന്നു. നിക്ഷേപത്തിന്മേൽ 335% റിട്ടേൺ ആണ് ലഭിക്കുന്നത്. ഇനി SIP ആയി മാസം 1000 രൂപ വെച്ച് 5 വർഷം കൊണ്ട് 60,000 രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ വാല്യൂ അനുസരിച്ച് 1,85,260 രൂപ ആയി കാണും. ലാഭമായി 1,25,260 രൂപ ലഭിക്കുന്നു. SIP റിട്ടേൺ ആയി നിക്ഷേപകന് 208% ലാഭമാണ് ലഭിക്കുന്നത്. ഈ ഫണ്ടിൽ ലഭിച്ചിരിക്കുന്ന റിട്ടേണുകൾ നോക്കുമ്പോൾ ഇതിനെ ഇന്ദ്രജാല പ്രകടനം എന്നല്ലാതെ മറ്റെന്താണ് പറയാനാവുക? ഇതെല്ലാമാണെങ്കിലും ഈ ഫണ്ട് ഹൈ റിസ്ക് കാറ്റഗറിയിൽപ്പെട്ട ഫണ്ടാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. കാരണം ഈ ഫണ്ടിന് വൊളാറ്റിലിറ്റി കൂടുതലാണ് എന്നതാണ് ഒരു പോരായ്മ. റിസ്ക് എടുക്കാൻ ധൈര്യപ്പെടുന്നവർക്ക് ഇത്തരം ഫണ്ടുകളിൽ നിക്ഷേപിക്കാം. ഈ ഫണ്ടിന്റെ മറ്റ് വിശദാംശങ്ങൾ കൂടി പരിശോധിച്ച ശേഷം ഫണ്ട് ഏതാണെന്ന് നോക്കാം. ഇതിന്റെ നിലവിലെ AUM 11,207 കോടിയാണ്. എക്സ്പെൻസ് റേഷ്യോ 0.77%. ഇത് സ്മോൾ ക്യാപ് കാറ്റഗറിയിൽ വരുന്ന മറ്റ് ഫണ്ടുകളെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലാണ്. എക്സിറ്റ് ലോഡ് 1%. സ്മോൾ ക്യാപ് കാറ്റഗറിയിൽപ്പെട്ട ഓപ്പൺ എൻഡ് സ്കീം ഉള്ള ഫണ്ടാണിത്. വാല്യൂ റിസർച്ചിന്റെയും സിലിന്റെയും 3 സ്റ്റാർ റേറ്റിംഗ് ആണ് ഫണ്ടിനുള്ളത്. മിനിമം SIP ആയി 1000 രൂപയാണ് നിക്ഷേപിക്കാവുന്നത്. ഇനി ഫണ്ട് ഏതാണെന്ന് നോക്കാം. ക്വാൺ മ്യൂച്വൽ ഫണ്ടിന് കീഴിലുള്ള ക്വാൺ സ്മോൾ ക്യാപ് ഫണ്ടാണിത്. ഡയറക്റ്റ് ഗ്രോത്ത് പ്ലാനിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ 50.75%, 3 വർഷത്തിൽ 45.26%, കഴിഞ്ഞ 5 വർഷത്തിൽ 34.17% എന്നീ റിട്ടേണുകളാണ് ഈ ഫണ്ട് കൊടുത്തിട്ടുള്ളത്. ഫണ്ടിന്റെ പോർട്ട്ഫോളിയോയിൽ 15.92% വൻകിട കമ്പനികളിലും 4% മറ്റ് ലാർജ് ക്യാപ് ഓഹരികളിലും, 31.46% മിഡ് ക്യാപ് ഓഹരികളിലും, 48.57% സ്മോൾ ക്യാപ് കമ്പനികളിലും, 0.03% മൈക്രോ ക്യാപ് കമ്പനികളിലും നിക്ഷേപിച്ചിരിക്കുന്നു. അടുത്തതായി വരാൻ പോകുന്ന എപ്പിസോഡിൽ ഒരു മികച്ച ഫ്ലെക്സി ക്യാപ് ഫണ്ടിനെ പരിചയപ്പെടാം. ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടുക. താങ്ക് യു.